അങ്ങനെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനായ ആംസ്റ്റർഡാമിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു കേട്ടോ. ആംസ്റ്റർഡാം എയർപോർട്ടാണിത്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിങ്ങനെ കുറേ ഈ ട്യൂലിപ്സിൻ്റെ കിഴങ്ങുകളും വിത്തുകളും ഒക്കെ വിൽക്കുന്ന ഷോപ്സൊക്കെ കാണാറുണ്ട്. ബ്ലൂം എന്ന് പറഞ്ഞൊരു ഷോപ്പ്, അവിടെ കുറേ സ്ഥലത്ത് ബ്രാഞ്ചസ് ഉണ്ട്. അവിടെ ട്യൂലിപ്പ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അവരുടെ സ്പ്രിങ് സീസണാണ് കേട്ടോ. ഈ മാർച്ച് ലാസ്റ്റ് മുതൽ മാർച്ച് ഏപ്രിൽ മെയ്യിൽ പോയാൽ എവിടെയും നമുക്ക് ട്യൂലിപ്പുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഇത് കണ്ടാൽ പ്ലാസ്റ്റിക് എന്നല്ലേ നമ്മൾ വിചാരിക്കും, പക്ഷേ നല്ല ഒറിജിനൽ ട്യൂലിപ്സാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂലിപ്സ്. എല്ലാവരും ബൊക്കെ ഉണ്ടാക്കാനും ബൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചതും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ട്യൂലിപ്സിൻ്റെ തന്നെ ഡിസൈനിലുള്ള ചെരുപ്പുകളും ചെറിയ ബാഗുകളും കുട്ടികൾക്കുള്ള കുഞ്ഞു കുഞ്ഞി സോഫ്റ്റ് ക്ലോത്ത്സും ഒക്കെ. ഭയങ്കര വിലയൊന്നുമില്ല, €20 €10. പക്ഷെ നമ്മുടെ നാട്ടിലെ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ 1000 രൂപ 2000 രൂപയൊക്കെ വില വരും. അവർക്ക് അതൊക്കെ പക്ഷേ ചെറിയ എമൗണ്ടാണ്. കാരണം അവർക്ക് അതിന് €10 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഒരു ₹20 ₹50 ഒക്കെ വിലയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു ക്യുക്കൻഹോഫ് ഗാർഡൻ്റെ ടിക്കറ്റ് എടുത്തിരുന്നു കേട്ടോ. ക്യുക്കൻഹോഫ് ഗാർഡൻ വിത്ത് പിക്കപ്പാണ്. അപ്പോൾ നമുക്ക് എയർപോർട്ടിൻ്റെ അടുത്തായിരുന്നു നമ്മുടെ ഹോട്ടൽ. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് പിക്കപ്പ് ഉണ്ടായിരുന്നു. എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പിക്കപ്പും ഡ്രോപ്പ് ഓഫും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ക്യുക്കൻഹോഫ് ഗാർഡൻ കാണാൻ ഇറങ്ങി കേട്ടോ. ഒരു മാർച്ച് പകുതിക്ക് ശേഷമാണ് ഈ ക്യുക്കൻഹോഫ് ഗാർഡൻ തുറക്കുള്ളൂ. പിന്നെ ഒരു മെയ് ലാസ്റ്റ് 3rd വീക്ക് വരെയൊക്കെയാണ് എല്ലാ വർഷവും ഈ ക്യുക്കൻഹോഫ് ഗാർഡൻ തുറക്കുക. ഇവരുടെ വസന്തകാലമാണ് കേട്ടോ. യൂറോപ്പിൻ്റെ വസന്തകാലമാണ് ഈ സമയം. അവരുടെ സ്പ്രിങ് സീസൺ അതാണ്. മാർച്ച് പകുതിയോടുകൂടി തുടങ്ങും. ഈ ബ്ലൂമിങ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ട്യൂലിപ്സിൻ്റെ. ഏപ്രിൽ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴേക്കും ബ്ലൂമിങ് കുറച്ചൊക്കെ കംപ്ലീറ്റ് ആവും. ഒരു ഏപ്രിൽ 2nd വീക്ക് അല്ലെങ്കിൽ 3rd വീക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ ബ്ലൂമിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു മെയ് 2nd 3rd വീക്ക് വരെയൊക്കെ കുറേശ്ശൊക്കെ ഉണ്ടാവും. കുറച്ചൊക്കെ കരിഞ്ഞു തുടങ്ങിയെങ്കിലും കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നന്നായി ബ്ലൂം ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഏപ്രിൽ 3rd വീക്കൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ്. ഞങ്ങൾ കറക്റ്റായിട്ട് ഈ സമയം നോക്കി ഏപ്രിൽ 3rd വീക്കിലാണ് പോയത്. അങ്ങനെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരുപാട് പല പല മൾട്ടി കളേർഡായിട്ടുള്ളത് ഒന്നിച്ചിങ്ങനെ നിർത്തിയിട്ടുണ്ട്. പിന്നെ കുറേ ഭയങ്കര അറേഞ്ച്മെൻറ്റാണ് കേട്ടോ അവരുടെ. എന്ത് ഭംഗിയിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളിയാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത്രയും ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഈ ലോകത്ത് വേറെ എവിടെയും കാണാൻ പറ്റില്ല കേട്ടോ. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ തന്നെ പോകണം ഇത്രയും നല്ല ഒരു ട്യൂലിപ്പ് ഫെസ്റ്റിവൽ കാണാൻ. നമ്മൾ കാശ്മീരൊക്കെ ട്യൂലിപ്സ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെയൊക്കെ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ. ലോകത്തിൽ പല രാജ്യങ്ങളിലും ഉണ്ട്. എന്നാലും ഇത്രയധികം കാണാൻ പറ്റുന്നത് ആംസ്റ്റർഡാമിൽ തന്നെയാണ്. അത് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ തടാകങ്ങളും ലേക്കുകളും പിന്നെ കുറേ പച്ചപ്പ് വിരിച്ച സ്ഥലങ്ങളും അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പൂക്കളും. അല്ലാതെ നമ്മുടെ ഒരു ഫ്ലവർ ഫെസ്റ്റിവലിൻ്റെ സ്റ്റൈലിൽ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ കുറേ പൂക്കൾ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടുള്ള അങ്ങനെ ഒരു സ്റ്റൈലേ അല്ല. ഇങ്ങനെ നല്ല ക്ലൈമറ്റും ആണല്ലോ. നല്ല അടിപൊളി ടെമ്പറേച്ചറാണ്. 10 to 15 ഡിഗ്രി ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല കംഫർട്ടബിളായിട്ടുള്ള നല്ല തണുപ്പത്ത് നല്ല സൂര്യൻ്റെ രശ്മികളൊക്കെ ഇങ്ങനെ ഏറ്റ് കിടക്കുന്ന ഈ പൂക്കളെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. പൂക്കളൊക്കെ ഇഷ്ടമുള്ളവർ, പൂക്കളും ഗ്രീനറിയും ഒക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഈ സീസണിൽ തന്നെ വേണം കേട്ടോ കാണാൻ. യൂറോപ്പ് കാണാൻ പോകാൻ ഈ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ പോകണം. ഏപ്രിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഭയങ്കര നല്ല അറേഞ്ച്മെൻറ്റാണ് കേട്ടോ. നമുക്ക് മലയാളീസിനെയൊക്കെ വളരെ കുറച്ചേ അവിടെ കാണാൻ പറ്റുകയുള്ളൂ. ഇന്ത്യൻസ്, കുറച്ച് നോർത്ത് ഇന്ത്യൻസ് കുറേ ഉണ്ടായിരുന്നു. അധികവും നമ്മൾ യൂറോപ്യൻസിനെയും അമേരിക്കൻസിനെയും ഒക്കെയാണ് കണ്ടത് കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയിൽ ബ്യൂട്ടിഫുള്ളി അറേഞ്ച് ചെയ്ത് എത്ര ഫോട്ടോ എടുത്താലും നമുക്ക് മതിയാവില്ല. പല പല കളർ കോമ്പിനേഷൻസാണ്, ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും. പിന്നെ ആ ട്യൂലിപ്പിൻ്റെ ഷേപ്പിൽ മാത്രമല്ലാണ്ട് ഇങ്ങനെ റോസിൻ്റെ ഷേപ്പിലും ലില്ലിയുടെ ഷേപ്പിലും ഒക്കെ ഉള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ഭംഗിയാണ്. ഇടയിലിടയിൽ ഫുള്ള് ഇങ്ങനെ ലോണ് പോലെ. ഇത് ഇവർക്ക് കട്ട് ചെയ്യൊന്നും വേണ്ടാന്ന് തോന്നുന്നു. കാരണം റോട്ടിൽ എവിടെ നോക്കിയാലും ഇങ്ങനെ ലോണ് പോലെയാണ്. ഈ സ്വിറ്റ്സർലാൻഡൊക്കെ കാണുന്ന പോലെയാണ്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ പ്രത്യേകത ഞാൻ തോന്നുന്നു. എവിടെ നോക്കിയാലും ഇങ്ങനെ നല്ല ഭംഗിയിൽ പച്ച നിറത്തിൽ ഇങ്ങനെ നമ്മൾ പരവതാനി വിരിച്ച പോലെ പുല്ലുകളുണ്ടാവും. ഇത് ഗാർഡൻ്റെ ഉള്ളിൽ മാത്രമല്ല കേട്ടോ, റോഡ് സൈഡിലും നമ്മൾ പോകുന്ന വഴിയിലും ഒക്കെ കാണാം. ഇത് നാച്ചുറലി ഇങ്ങനെ ഉണ്ടാവുന്ന നമ്മുടെ ഇവിടുത്തെ ഒരു പുല്ലുണ്ടാവുന്ന പോലെ നല്ല ഭംഗിയിൽ ഇങ്ങനെ പുല്ലുകളുണ്ടാവും. ഒരുപാട് തുറന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഇവരാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി ഭയങ്കര ബ്യൂട്ടിഫുള്ളി നല്ല കളർ കോമ്പിനേഷനിലും നല്ല തീമിലും ഒക്കെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെറിയ ബ്ലോസംസും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വയലറ്റ്, കുഞ്ഞു കുഞ്ഞു വയലറ്റ് കളറുള്ള പൂക്കളൊക്കെ ഭയങ്കര ഭംഗിയാണ്. അതൊക്കെ ഇങ്ങനെ ഇലകൾ പൊഴിഞ്ഞും കുറച്ച് പൊഴിഞ്ഞൊക്കെ പച്ച പുല്ലിൽ വീണ് കിടക്കുന്ന കാണാൻ വേറൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഈ ഗാർഡൻ കുറേ സ്ഥലം ഉണ്ടെങ്കിലും ഇതിൽ കൂടെ നമ്മൾ എത്ര നടന്നാലും ക്ഷീണിക്കില്ല. ഒന്നാമത് നല്ല തണുപ്പും നല്ല ക്ലൈമറ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഒരു ഫുൾ ഡേ നമുക്ക് ശരിക്കും ക്യുക്കൻഹോഫ് ഗാർഡൻ കാണണമെങ്കിൽ വേണം. ഇതൊക്കെ കണ്ടോ, ഈ മഞ്ഞ പൂക്കളൊക്കെ കണ്ടാൽ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പോലെയാണ് ഫീൽ ചെയ്യുള്ളൂ. ഇതിൻ്റെ എഡ്ജൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച പോലെ. നമ്മൾ വല്ല ഈ ഫാൻസി ആയിട്ട് നമ്മൾ പൂക്കളൊക്കെ കട്ടിങ്ങേറൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെയാണ് നാച്ചുറലി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വയലറ്റ് പൂക്കളൊക്കെ കണ്ടോ, ഒന്നായിട്ട് ഇങ്ങനെ ഷീറ്റ് വിരിച്ച പോലെ റോഡ് നീളം ഇങ്ങനെ വയലറ്റ് പൂക്കൾ. ഇതൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതിനെക്കുറിച്ച്
ആസ്വദിച്ച് എത്ര പറഞ്ഞാലും ശരിക്കും മതിയാവില്ല. ഒരുപാട് നടക്കാനും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാൻ ബെഞ്ചുകളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല അറേഞ്ച്മെൻറ്റാണ്. അതുപോലെ വിശക്കുകയോ ദാഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ കഫേകളുണ്ട്. കുറേ കഫേകളും സ്നാക്ക് ഷോപ്പുകളും എല്ലാം അതുണ്ട്. അങ്ങനെ നല്ല അടിപൊളി ഒരു ഗാർഡനാണ് കേട്ടോ ക്യൂക്കൻഹോഫ്. എന്തായാലും യൂറോപ്പ് ട്രിപ്പും നെതർലാൻഡ്സിലൊക്കെ പോവുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഈ സീസണിൽ തന്നെ പോകാൻ നോക്കുക. ഇപ്പോൾ മാത്രമേ ഇത് തുറക്കുള്ളൂ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ലേക്കുകളും തടാകങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുന്നിലേക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഇരിക്കുക. ഇത് കണ്ടോ, വീണ്ടും ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അങ്ങനെ പല പല കോമ്പിനേഷൻസിലാണ് ഇവർ വെച്ചേക്കുന്നത്. പിന്നെ കണ്ടത് ഒരു റെഡും മഞ്ഞയും കൂടിയുള്ള കോമ്പിനേഷൻ. അതും ഭയങ്കര നല്ല കോമ്പിനേഷൻ. ഏതൊക്കെ കളറാണ് കോമ്പിനേഷന് പറ്റിയതെന്നൊക്കെ നമുക്ക് ഇത് മാത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഒരുപാട് കുട്ടികളെയൊക്കെ കൊണ്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്ത് പൂക്കളുടെ ഇടയിൽ കൂടിയൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കുറേ ചെറിയ പാർക്കും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഈ തടാകത്തിൻ്റെ കരയിലൊക്കെ കുറേ ചെറിയ താറാവുകളും അരയന്നങ്ങളും അതിൻ്റെ കുട്ടികളും ഒക്കെ കുറേ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കുറേ നമ്മുടെ ഈ ചെറി ബ്ലോസംസ് ഉണ്ടല്ലോ ജപ്പാനിലൊക്കെ ഉള്ളത്, അതുപോലത്തെ കുറേ ചെറി ബ്ലോസംസിൻ്റെ മരങ്ങൾ കണ്ടില്ലേ, നല്ല പിങ്ക് കളർ പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗി. അതിൻ്റെ പൂക്കൾ ഇങ്ങനെ വീണിട്ട് ആ പച്ച ഇലയിൽ കിടക്കുന്നത് കാണാനും നല്ല ഭംഗിയാട്ടോ. അങ്ങനെ നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂക്കൻഹോഫ് ഗാർഡൻ ഫുൾ ഡേ നമ്മൾ എൻജോയ് ചെയ്ത് കണ്ടു. ലഞ്ചിന് നമ്മൾ അവിടുന്ന് തന്നെ ഇങ്ങനെ കുറേ കഫേകളൊക്കെ ഉണ്ട് കേട്ടോ. കഫേന്ന് നമ്മൾ ഹോട്ട് ചോക്ലേറ്റും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ കഴിച്ചത്. ഇവിടെ മെയിനായിട്ടും ഈ ആംസ്റ്റർഡാമിലൊക്കെ അവരുടെ ഫ്രൈസും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈസ് കിട്ടും, തൊലിയോടുകൂടി കട്ട് ചെയ്ത ഫ്രൈസും. പിന്നെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഹോട്ട് ചോക്ലേറ്റും കഴിക്കും കേട്ടോ. ഞങ്ങളും അപ്പോൾ അതുപോലെ ഒരു ഹോട്ട് ചോക്ലേറ്റും ഫ്രൈസും ഒക്കെയാണ് അന്ന് ലഞ്ചിന് കഴിച്ചത്. പിന്നെ ഇൻഡോർ അറേഞ്ച്മെൻറ്റ്സും ഉണ്ട് കുറേ ട്യൂലിപ്സിൻ്റെ ബൊക്കേസ് ഇതൊക്കെ ആയിട്ട് ഒരു ഇൻഡോർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി കാണാം. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഒരുപാട് ഇങ്ങനെ റൗണ്ട് പോലെയാണ് കേട്ടോ. എഡ്ജിൽ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് കയറിയാൽ നമ്മൾ ലാസ്റ്റ് കറങ്ങി ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എത്തും. ഇതാണ് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു പാർക്ക്. കുട്ടികൾക്ക് കുറേ പൂവ് മാത്രം കണ്ട് നടക്കുമ്പോൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടി കുറേ ഊഞ്ഞാലിയും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരി, ആംസ്റ്റർഡാം കാണുമ്പോൾ ഈ സീസണിൽ തന്നെ എല്ലാവരും കാണാം. ശരി, ഗുഡ് ബൈ.